കാസർഗോഡ് ജില്ലയിൽ വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 18-കാരനാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. യുവാവ് മംഗളൂരുവിൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. സിജു കണ്ണൻ തന്നെയാണ് അതിൻ്റെയും വിവരങ്ങൾ നൽകുന്നത്. സിജു, ഈ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അത്തരത്തിൽ ഈ വെള്ളക്കെട്ടുകളൊന്നും ശുദ്ധമല്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മസ്തിഷ്ക ജ്വരം വീണ്ടും കാസർഗോഡ്. അജിംഷാദ്, കാസർഗോഡ് അമ്പലത്തറയിലാണ് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 18 വയസ്സുകാരനാണ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കുട്ടി ഇപ്പോൾ മംഗലാപുരത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതുകൊണ്ട് തന്നെ മംഗലാപുരത്ത് നിന്നാണ് ഇപ്പോൾ ഈ രോഗവിവരം പുറത്തു വരുന്നത്. ഇവിടെ ഔദ്യോഗികമായി രോഗവിവരം സ്ഥിരീകരിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പ് പത്രക്കുറിപ്പോ മറ്റോ പുറത്തിറക്കിയിട്ടില്ല. അവിടെയുള്ള ബന്ധുക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരമാണ്. ഈ കുട്ടി ഒരാഴ്ച മുമ്പ് അമ്പലത്തറയിൽ റോഡരികിലുള്ള പൊതുകുളത്തിൽ കുളിച്ചിരുന്നു കൂട്ടുകാർക്കൊപ്പം എന്നാണ് വീട്ടുകാർ പറയുന്നത്. നേരത്തെ 2 ദിവസമായാണ് കാസർഗോഡ് മഴ പെയ്യുന്നത്. ഈ സമയത്ത് ഇതിനു മുമ്പ് മഴ കാര്യമായി ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ നിന്നാണോ ഇത്തരത്തിൽ അസുഖം ബാധിച്ചത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. മറ്റാർക്കും തന്നെ അസുഖ ലക്ഷണങ്ങളൊന്നും നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 3 ദിവസം മുമ്പാണ് കുട്ടിക്ക് പനിയും തലവേദനയും ഉൾപ്പെടെയുള്ള അസുഖം കണ്ടത്. തുടർന്ന് അമ്പലത്തറയിൽ തന്നെയുള്ള സ്വകാര്യ ക്ലിനിക്കിൽ എത്തിച്ച് ആദ്യഘട്ടത്തിൽ ചികിത്സ നടത്തി. പിന്നീട് അസുഖം മാറാത്തതിനെ തുടർന്ന് ഞായറാഴ്ച കാഞ്ഞങ്ങാട്ടെ സഹകരണ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. സഹകരണ ആശുപത്രിയിൽ ചികിത്സ നടത്തി അവിടെ ലാബിൽ പരിശോധന ഉൾപ്പെടെ നടത്തിയപ്പോഴാണ് ഇൻഫെക്ഷൻ ഉള്ളതായി കണ്ടെത്തിയത്. തുടർന്ന് മംഗലാപുരത്തേക്ക് കുട്ടിയെ മാറ്റുകയായിരുന്നു. മംഗലാപുരത്തെ ആശുപത്രിയിൽ കുട്ടി ഇപ്പോൾ ചികിത്സയിലാണ്. മംഗലാപുരത്തെ ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ് ആ കുട്ടി കഴിയുന്നത്. ഇവിടെ നിന്ന് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ മംഗലാപുരത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഔദ്യോഗിക സ്ഥിരീകരണം ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് മംഗലാപുരത്തെ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ശേഖരിച്ച ശേഷം ഉടൻ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അജിംഷാദ്.